ഹലോ ഹായ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മളുടെ 5ാം ക്ലാസ്സിൽ ക്രിസ്മസ് എക്സാമിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മളുടെ ചാപ്റ്റർ 7 മെഷർ മാത്ത്, അളവ് കണക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒത്തിരി അളവുകളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ മോർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു എക്സാമിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എഴുതും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്ത് കൂട്ടാലെ കുറച്ചുകൂടി ആ ഒരു കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് 6 meter 7 millimeter in fractional form. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മീറ്റർ അതുപോലെ തന്നെ 7 മില്ലിമീറ്റർ ഇവയെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ 6 മീറ്റർ 7 മില്ലിമീറ്റർ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതി. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അതേപോലെ തന്നെ തിരിച്ചും പറയാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 മീറ്റർ ആണ്. ഇത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സിലാക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ ഓക്കെ, അതിനെ മാറ്റണ്ട. ഇനി 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഇക്വേഷനിൽ 1 മില്ലിമീറ്റർ 1/1000 മീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 7/1000 മീറ്റർ. അതായത് ഓൾറെഡി 6 മീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ 6 മീറ്ററിനെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നു. പിന്നീട് 7/1000 മീറ്ററിനെയും നമ്മൾ കൂടെ എഴുതുന്നു. അപ്പൊ നോക്കിക്കോളൂ, 6 7/1000 മീറ്റർ. ഇങ്ങനെയാണ് നമ്മളുടെ ഫ്രാക്ഷണൽ ഫോം വരേണ്ടത്. ഭിന്നസംഖ്യാരൂപം 7/1000 എന്ന് പറഞ്ഞ രൂപത്തിലാണ് വരേണ്ടത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ, മിശ്ര ഭിന്നമായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരെ മാറ്റി നോർമൽ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാം. നമുക്ക് നോക്കിയാൽ അത് എങ്ങനെ മാറ്റാം എന്നുള്ളത്. യെസ്, 6 7/1000 നോക്കിക്കോളൂ. 6 7/1000 എന്ന് പറയുന്നതിലെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 7ഉം ഡിനോമിനേറ്റർ എന്ന് പറയുന്ന 1000ഉം ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 6നെയും 1000നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 6000. എന്നിട്ട് മുകളിൽ കിടക്കുന്ന 7 കൂട്ടിയെടുക്കണം കേട്ടോ അതിനോട്. അപ്പൊ 6007 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരുന്നു. പിടി കിട്ടുന്നുണ്ടോ? ഇങ്ങനെയും നമുക്ക് എഴുതാം, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലും എഴുതാം. എങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? നമ്മളിപ്പോ പറഞ്ഞു മില്ലിമീറ്ററിനെ പറ്റിയാണല്ലേ മക്കളെ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? നമുക്ക് നോക്കിയാലോ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഈ 100 അങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി പഠിച്ചാലോ. അത് ഏതാണ്? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആയിരിക്കണം. മൊത്തം 1 മീറ്ററിൽ ഒരു ഭാഗമാണ് എന്ത്, ഇവിടുത്തെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവുകയാണ് നമ്മൾ. ഇതിനകത്ത് തന്നെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 4 മീറ്റർ 78 സെന്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോം, ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. 4 മീറ്ററും അതേപോലെ തന്നെ 78 സെന്റിമീറ്ററും നമുക്ക് മീറ്റർ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്താണ്, മൊത്തത്തിൽ മീറ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ആലോചിച്ചോളൂ, ഇവിടെ മീറ്റർ ഫോമിൽ കിടക്കുന്ന ആൾ ആരാണ്? 4 ഓൾറെഡി മീറ്റർ ഫോമിൽ തന്നെയാണ് അല്ലെ. അപ്പൊ അവൻ ഒന്നും ചെയ്യണ്ട, അവൻ അങ്ങനെ തന്നെ എടുത്ത് മാറ്റി എഴുതിക്കോ. ഇനി 78 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. എന്താണ്? 78 സെന്റിമീറ്ററിനെ. ഉടനെ തന്നെ ഇക്വേഷൻ നമ്മളുടെ മനസ്സിലേക്ക് വരട്ടെ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ എത്ര സെന്റിമീറ്ററാ? 1 സെന്റിമീറ്റർ 1/100 മീറ്റർ ആണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 78 സെന്റിമീറ്റർ. അപ്പൊ എത്രയായിരിക്കും? 78 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 78/100 മീറ്റർ ആയിരിക്കണം വരേണ്ടത്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫ്രാക്ഷൻ ഫോമുല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡെസിമൽ ഫോം ആണ് അല്ലെ മക്കളെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്തിലേക്ക് മാറ്റണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും അല്ലെ.
സോ 4 അവിടെ കിടക്കട്ടെ. 78/100 എങ്ങനെയാണ് നമ്മൾ താഴെ ഡിനോമിനേറ്ററിൽ അംശം അതേപോലെ തന്നെ ഛേദം, ഇവിടെ ഏതാണ് കിടക്കുന്നത്? ഛേദത്തിൽ 100, 2 0 ആയിട്ടുള്ള 100 കിടക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ 2 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ നമ്മൾ 78 കൊടുക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്നും 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടിയടാ? 4.78 മീറ്റർ എന്നുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ അല്ലേ? 4.78 മീറ്റർ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കിക്കേ. 1/100 പാർട്ട് ഓഫ് എ മീറ്റർ നമ്മളിപ്പോ പറഞ്ഞതാ. അതായത് മീറ്റർ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇതല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 1/100 പാർട്ട് ഓഫ് എ മീറ്റർ എന്താണ് മക്കളെ? 1 മീറ്ററിന്റെ 1/100 ഭാഗം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കോ. 1/100 മീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അപ്പൊ ഏതാണ് ഉത്തരം വരേണ്ടത്? 1 സെന്റിമീറ്റർ. 1 ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത് അല്ലെ. എളുപ്പമല്ലേ? ഇനി അടുത്ത് നോക്കി. 0.8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഇവിടുത്തെ 2 മെഷേഴ്സ് ഏതാണെന്നാണ് ആലോചിക്കേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ് ഇവിടുത്തെ 2 മെഷേഴ്സ്? സെന്റിമീറ്ററും മില്ലിമീറ്ററും. അപ്പൊ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരണം, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. നമ്മൾ സ്കെയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സ്കെയിലിൽ 1.5 സെന്റിമീറ്റർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1 സെന്റിമീറ്റർ എടുക്കും, പിന്നെ കുഞ്ഞുള്ള 5 വരകളും കൂടി എടുക്കും അല്ലെ. അപ്പോഴേ 1.5 സെന്റിമീറ്റർ ആവുള്ളൂ. ദാറ്റ് മീൻസ് 1 സെന്റിമീറ്റർ കഴിഞ്ഞ് ഒരു 5 മില്ലിമീറ്റർ. ആ കുഞ്ഞു വരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലിമീറ്റേഴ്സ് ആണ് ഓരോന്നും. അപ്പൊ 5 കുഞ്ഞു വരകൾ എടുത്താലേ നമ്മളുടെ 1.5 സെന്റിമീറ്റർ ആകുന്നുള്ളൂ. ദാറ്റ് മീൻസ് 10 കുഞ്ഞുവരകൾ ചേർന്നാലാണ് നമുക്ക് 1 സെന്റിമീറ്റർ കിട്ടുന്നത്. സോ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 0.8 സെന്റിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 0.8 നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? ഡെസിമലിനെ ആദ്യം തന്നെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 0.8 എന്ന് പറഞ്ഞാൽ 8/10 അല്ലേ ഇടാം. ആ 8/10 ഞാൻ ഇവിടെ കൊടുക്കുവാണ് കേട്ടോ. 8/10 സെന്റിമീറ്റർ. എന്താണ്? 8/10 സെന്റിമീറ്റർ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതണ്ടേടാ. ഈ ഇക്വേഷൻ നമ്മൾ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ, ഒരു ഇക്വേഷനും കൂടി ഉണ്ട് അല്ലെ. അത് നമുക്ക് എഴുതാലോ. യെസ്, ഞാൻ താഴത്ത് എഴുതുവാണേ. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി 1/10 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതോ 8/10 സെന്റിമീറ്റർ. ശ്രദ്ധിച്ചേടോ, 1/10 സെന്റിമീറ്റർ വന്നപ്പോ ഇത് 1 മില്ലിമീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ 8/10 സെന്റിമീറ്റർ വന്നാൽ എത്ര മില്ലിമീറ്റർ ആകണം? 8 മില്ലിമീറ്റർ. എന്താണ് മക്കളെ കിട്ടേണ്ടത്? 8 മില്ലിമീറ്റർ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് ഇവിടേക്ക് വരേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു ഹേർട്ട് ഇട്ട് ഇത് ഓക്കെ ആണ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 8 മില്ലിമീറ്റർ ആണ് നമ്മളുടെ സെക്കൻഡ് ബി ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തിലേക്ക് കിടക്കാം നമുക്ക് എന്നാ. ഓക്കെ, നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വലിപ്പം ഉണ്ടല്ലേ. നോക്കിക്കേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ശ്രദ്ധിച്ചോളൂ. ദ ലെങ്ത് ഓഫ് എ ടേബിൾ ഈസ് മെഷർഡ് ആസ് 1 മീറ്റർ 25 സെന്റിമീറ്റർ. നമ്മളൊരു ടേബിളിന്റെ അളവെടുക്കാണ്. ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുന്ന മേശ അല്ലെ, നമ്മളിപ്പോ ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേശയുടെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ 25 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളോട് പറയാണ്. അറിഞ്ഞിരിക്കണോ അല്ലെ, നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന മേശയില്ലേ. അപ്പൊ അതിന്റെ അളവ് നമ്മൾ അറിയണ്ടേ? അറിയണം. അപ്പോ 1 മീറ്റർ 25 സെന്റിമീറ്റർ വരുന്ന മേശയുടെ അളവിനെ മീറ്റർ ഫോമിൽ മാത്രം മാറ്റി എഴുതാനായിട്ട് നമ്മളോട് പറയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററും സെന്റിമീറ്ററും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതണോ അല്ലെ. മീറ്ററും സെന്റിമീറ്ററും വരുന്ന ഇക്വേഷൻ ഏതാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അതായത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആണ്. ഈ കാര്യം മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. 1 മീറ്റർ അതിനെ മാറ്റണ്ട, കാരണം നമുക്ക് മീറ്ററിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി 25 സെന്റിമീറ്ററോ? നോക്കിക്കേ, 1 സെന്റിമീറ്റർ 1/100 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ 25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 25/100 മീറ്റർ എന്ന് പറയാൻ പറ്റുമോ? പറ്റണം. അപ്പോ നമുക്ക് 25/100 വീണ്ടും മാറ്റാലോ. 25/100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനങ്ങൾ നീക്കിൽ പോയിന്റ് ഇട്ടാൽ 0.25 ആകുന്നു. അപ്പൊ 1 +
1 plus 0.25 എന്ന് പറയുമ്പോൾ 1.25 മീറ്റർ 1.25 മീറ്റർ ആണ് നമ്മളുടെ മേശയുടെ നീളം. പിടികിട്ടുന്നുണ്ടോ? 1.25 മീറ്റർ ആണ് നമ്മളുടെ മേശയുടെ നീളം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണോ? കിഡിലൻ ക്വസ്റ്റ്യൻ അല്ലേ? ഇതേപോലത്തെ കിഡിലൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനും കാണും കേട്ടോ. അപ്പോ അടിപൊളിയായിട്ട് നമ്മളും കിഡിലമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. 7 4/10 സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കി മാറ്റി എഴുതണം, മില്ലിമീറ്റർ ആക്കി മാറ്റി എഴുതണം. പറ്റുമോ? നോക്കിയാലോ നമുക്ക് എന്നാ. യെസ്, 7 4/10 സെന്റിമീറ്റർ. ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവന്മാരെ നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാം. 7.4 സെന്റിമീറ്റർ നീട്ടിയില്ലേ? ഇനി നമ്മുടെ സ്കെയിലിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് 7 ഉണ്ട്, നോക്കിക്കേടാ, 7 ഉണ്ട്, കൂടാതെ ഒരു 0.4 ഉണ്ട്. അതായത് നമ്മൾ 7 സെന്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് 7.4 എടുക്കണമെങ്കിൽ 4 കുഞ്ഞു വരകൾ അല്ലെ? നോക്കിക്കേടാ, 4 കുഞ്ഞു വരകൾ എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 7.4 കിട്ടുള്ളൂ. ഇവിടെ വരെ 7 ആയിരുന്നേ. ഇനി 1 2 3 4 ഈ 4 കുഞ്ഞി കഷ്ണങ്ങൾ കൂടി എടുത്താലേ നമുക്ക് 7.4 ആകുന്നുള്ളൂ. ഈ കുഞ്ഞി കഷ്ണങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞേ, മില്ലിമീറ്റേഴ്സ്. ദാറ്റ് മീൻസ് 7 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും കൂടി ചേർന്നാലേ ഇവിടത്തെ പരിപാടി കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ ആൻസർ എത്രയാണ് അപ്പൊ വരേണ്ടത്? ആൻസർ ഏതാണ്? നമുക്കപ്പോ 7 സെന്റിമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 4 മില്ലിമീറ്ററും ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. നമ്മുടെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയാൽ മതി. സ്കെയിൽ ഉപയോഗിച്ചൊന്ന് ഓർത്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 മീറ്റർ 13 സെന്റിമീറ്ററിനെ നമുക്ക് മൊത്തം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഉടനെ നമ്മുടെ ഇക്വേഷൻ പോരട്ടെ. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. നമുക്ക് ആലോചിക്കാനൊന്നും സമയമില്ല, ചടപടയും നമ്മുടെ ഇക്വേഷൻസ് മനസ്സിലേക്ക് വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ. ഓക്കെ ആണല്ലോ? ഉടനെ നമ്മൾ നോക്കാം. 2 മീറ്ററും 13 സെന്റിമീറ്ററും ആണ് നമുക്ക് മാറ്റേണ്ടത്. 2 മീറ്ററിനെ മാറ്റണ്ട, കാരണം അത് മീറ്റർ ഫോമിൽ തന്നെയാ. ഇനി മാറ്റേണ്ടത് 13 സെന്റിമീറ്ററിനെയാണ്. ആലോചിച്ച് നോക്കൂ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 13/100 മീറ്റർ അല്ലേ വരേണ്ടത്? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 13/100 മീറ്റർ എന്ന് കൊടുക്കണം. ഉടനെ തന്നെ എന്ത് ചെയ്യണം? 13/100 ഫ്രാക്ഷൻ ഫോം ആണ്, ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അല്ലേടാ, ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും? 2 ഉണ്ട്, അതേപോലെ തന്നെ 13/100 എന്ന് പറയുമ്പോൾ പ്ലസ് 0.13 അല്ലെ? 0.13 അല്ലേ വരാം. മുകളിൽ 13 ആണ്, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് 0.13 കിട്ടും. കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടൂടാ? 2.13 മീറ്റർ എന്നാണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. കിട്ടിയോ? 2.13 ഉത്തരം കിട്ടിയോ? കിട്ടിയെങ്കിൽ ഹേർട്ട് ഇട്ടേ. 2.13 മീറ്റർ എന്നാണ് നമ്മളുടെ 2ാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ മീറ്റർ സെന്റിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? യെസ്, നമ്മളുടെ ലിറ്റർ മില്ലി ലിറ്റർ ആണ് അടുത്തത് കേട്ടോ. അടുത്തത് നമ്മൾ അവതരിപ്പിക്കുന്നത് ലിറ്റർ മില്ലി ലിറ്റർ ആണ്. 2 ലിറ്റേഴ്സും 125 മില്ലി ലിറ്റേഴ്സും 2 ലിറ്റർ 125 മില്ലി ലിറ്ററിനെ ദശാംശ രൂപം ഡെസിമൽ ഫോമിൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഡെസിമൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാലോ നമുക്ക് എന്നാ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാം. 2 ലിറ്റർ ഉണ്ട്, 125 മില്ലി ലിറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഭിന്നസംഖ്യ എഴുതാം. ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. ഓക്കെ, നോക്കിക്കോളൂ. 125 മില്ലി ലിറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചേടാ, ആദ്യം തന്നെ എന്ത് അറിയണം? ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള ഇക്വേഷൻ ആദ്യം തന്നെ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ. ഇത് അറിയണോ അല്ലേ? അപ്പൊ 2 ലിറ്റർ ഓക്കെ, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി 125 മില്ലി ലിറ്ററിനെയാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലെ? 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 125 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാലോ 125/1000 ലിറ്റർ ആയി മാറിയല്ലേ? 125/1000 ലിറ്റർ ആയി മാറി. അപ്പൊ നമ്മുടെ ഫ്രാക്ഷണൽ ഫോം എന്ത് വരും? 125/1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞ്, മില്ലി ലിറ്റർ അല്ല ലിറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിച്ചു. 125/1000 ലിറ്റർ എന്നാണ് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷണൽ ഫോം ഭിന്നസംഖ്യാരൂപം കിട്ടേണ്ടത് കേട്ടോ. ഭിന്നസംഖ്യാരൂപം ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 5
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു തുണി എടുക്കാൻ പോയ കേസാണ്. നമ്മൾ കടയിൽ പോയി, എന്താണ്, ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് കടയിൽ പോയൊരു കേസാണ്. നോക്കിക്കോളൂ, ആരാണ് ഇവിടെ കടയിൽ പോയിരിക്കുന്നത്? രാകേഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് കടയിൽ പോയത്. രാകേഷ് കടയിൽ പോയിട്ട് 6 മീറ്റർ തുണി വാങ്ങിച്ചു. എന്താണ്? 6 മീറ്റർ തുണി വാങ്ങിച്ചു കേട്ടോ. ഹി യൂസ് 4 മീറ്റർ 25 സെന്റിമീറ്റർ ഫോർ ഹിസ് ടീഷർട്ട്. എന്താണ്? ഷർട്ട് തയ്ക്കാനായിട്ട് അവൻ 4 മീറ്റർ 25 സെന്റിമീറ്റർ ഷർട്ടിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ ബോട്ടം, ട്രൗസർ തയ്ക്കാനായിട്ട് എത്രത്തോളം തുണി ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തം എത്രയാണ്? മൊത്തം അവൻ എടുത്തത് എത്രയാണ്? നമുക്കൊന്ന് അടുത്ത പേജിലേക്ക് എഴുതാം. ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് എത്രയായിരുന്നു? നമ്മളുടെ തുണിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരുന്നു. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് ക്ലോത്ത് യൂസ്ഡ് ഫോർ ഷർട്ട്. നമ്മള് ഷർട്ട് തയ്ക്കാൻ വേണ്ടി മാത്രം രാകേഷ് ഉപയോഗിച്ച എന്തോരാണ്? നമ്മളുടെ 4 മീറ്റർ 25 സെന്റിമീറ്റർ, 4 മീറ്റർ 25 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്ലോത്ത് റിക്വയർഡ് ഫോർ ട്രൗസർ എത്രയായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. മൊത്തം 6 മീറ്റർ ആണ് അല്ലെ. അതിൽ നിന്നും 4 മീറ്റർ 25 സെന്റിമീറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടൂലേ? എളുപ്പമല്ലേ? 4 മീറ്റർ 25 സെന്റിമീറ്റർ അങ്ങോട്ട് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള തുണി വെച്ചാലേ നമുക്ക് ഇനി ട്രൗസർ അടിക്കാൻ പറ്റുള്ളൂ. പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് എന്നാ ചെയ്യാം, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? 6 മീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 4 മീറ്റർ 25 സെന്റിമീറ്റർ ഉണ്ട്. ചെയ്യാലോ? ഓക്കെ, അപ്പോ 6 മീറ്റർ ഇവിടെ കിടക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ 4 മീറ്റർ 25 സെന്റിമീറ്ററും നമ്മളുടെ ഉണ്ട് കേട്ടോ. 4 മീറ്റർ 25 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ ഒന്ന് മാറ്റി എഴുതുവാണ്. 4 മീറ്റർ 25 സെന്റിമീറ്ററിനെ നമുക്ക് 4.25 മീറ്റർ എന്ന് മാറ്റി എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം 4 മീറ്ററിന് അങ്ങനെ തന്നെ കൊടുത്തു. 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 25/100 മീറ്ററാ അല്ലേടാ? യെസ്. അപ്പൊ നമുക്ക് 4.25 എന്ന് പെട്ടെന്ന് എഴുതിക്കൂടെ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6ൽ നിന്നും 4.25 അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഇല്ലേടാ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് മൈനസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. 5, 7 കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ 1 കിട്ടുന്നുണ്ട്. 1.75 മീറ്റർ ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ എത്രയാണ്? അപ്പുറത്തോട്ട് എഴുതാലോ. 1.75 മീറ്റർ ആണ് നമുക്ക് നമ്മളുടെ ട്രൗസർ തയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തുണിയുടെ നീളം. 1.75 മീറ്റർ. ഓക്കെ അല്ലേ? മൊത്തം 6 മീറ്ററിൽ നിന്നും ബാക്കി നമ്മൾ ഷർട്ടിന് വേണ്ടി ഉപയോഗിച്ച 4 മീറ്റർ 25 സെന്റിമീറ്ററിനെ നമ്മൾ 4.25 ആക്കിയിട്ട് അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരം കിട്ടും 1.75 മീറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മോർ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹീനയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹീനയുടെ ഭാരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹീന തൂക്കം, ഭാരം നോക്കിയപ്പോ ഈ ഒരു കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ 48 കിലോഗ്രാമും 480 ഗ്രാമുമാണ് പുള്ളിക്കാരുടെ വെയിറ്റ്. എന്താണ്? ഹീനയ്ക്ക് 46 കിലോഗ്രാം 480 ഗ്രാം തൂക്കമുണ്ട്. ഇനി സഹോദരിക്കാണെങ്കിലോ 40 കിലോഗ്രാം 225 ഗ്രാം തൂക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ വെയിറ്റ്? നമുക്കത് നോക്കി തന്നെ പറയാം അല്ലെ. ആർക്കാണ് കൂടുതൽ മെഷർമെന്റ് വന്നിരിക്കുന്നത്? ഹീനയ്ക്കാണ്. നമുക്ക് കണ്ണുപൂട്ടി പറയാം, ഹീനയ്ക്കാണ് ഇവിടെ എന്ത് വെയിറ്റ് കൂടുതലുള്ളത്. പക്ഷെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻഡ് ബൈ ഹൗ മച്ച്? ആർക്കാണ് ഭാരം കൂടുതൽ? അത് എത്ര കൂടുതലാണ് അല്ലെ? അതായത് സിസ്റ്ററിനേക്കാൾ എത്ര കിലോ ഭാരം കൂടുതലാണ് നമ്മളുടെ ഹീനയ്ക്ക് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാലോ. നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് എന്ത് എഴുതാം? ഇവരുടെ ഭാരം സെപ്പറേറ്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഹീനയുടെ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് 46.450 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം 46 കിലോഗ്രാമും 480 ഗ്രാമും, ഈ 480 ഗ്രാം അതായത് 46 480/1000 എന്ന് മാറ്റി എഴുതാൻ പറ്റൂടാ? നമുക്ക് പറ്റും. കാരണം ഇവിടെ 480 ഗ്രാം ആണ്, അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 480/1000 എന്നാകും. ആകൂലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ശ്രദ്ധിച്ചേടാ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 കിലോഗ്രാം ആണ്. 1/1000 കിലോഗ്രാം ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 480 ഗ്രാം അല്ലെ. അപ്പൊ ഈ 1 ഗ്രാമിന് പകരം ഇവിടെ ഒരു 1/1000 വന്നെങ്കിൽ 480 ഗ്രാം വരുമ്പോ 480/1000 എന്ന് വരില്ലേ?
അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ 46.45 എഴുതാലോ. യെസ്, 46.45 നമ്മൾ എഴുതി. അതിനുശേഷം സിസ്റ്ററുടെ കൊടുക്കണ്ടേ. സിസ്റ്റർക്ക് എത്രയായിരുന്നു എന്നാ പറഞ്ഞേ? 40 കിലോഗ്രാമും അതേപോലെ തന്നെ 225 ഗ്രാം. അപ്പൊ 40.225 എന്ന് എഴുതാലോ. 225. ഇനി ഇവരുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മളുടെ ഉത്തരം കിട്ടും. പിടികിട്ടുന്നുണ്ടോ? യെസ്, 10 ആകുന്നു, 4 ആകുന്നു, 3 ആകുന്നു. ഇനി 10 - 5 5, 4 - 2 2, 3 - 2 1. ഇവിടെ നേരെ കുറയ്ക്കുമ്പോൾ 6 വരും അല്ലെ. അപ്പൊ 6.225 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. 6.225. ഇവിടെ നമ്മൾ യെസ് 4 - 2 യെസ് 225 ആണ് കിട്ടുന്നത് കേട്ടോ. 6.225 ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. 6.225 കിലോഗ്രാമിന്റെ വ്യത്യാസമാണ് ഹീനയും സിസ്റ്ററും തമ്മിലുള്ളത്. എന്താണ്? ഹീനയും സിസ്റ്ററും തമ്മിൽ 6.225 കിലോഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ ആണോ? അപ്പോ നമ്മൾ 6 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു കേട്ടോ. 6 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം എന്റെ മക്കള്? കൃത്യമായിട്ട് തന്നെ ചെയ്ത് പഠിച്ചു നോക്കണം. കാരണം മെഷർ മാത്ത് ആണ് നമ്മൾ പഠിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ? തന്നിരിക്കുന്ന ഇക്വേഷൻസ് കൃത്യമായിട്ട് തന്നെ ഒന്നുകൂടി ചെയ്ത് പഠിക്കണം. അപ്പൊ ഞാൻ ഒന്നുകൂടി 5 ഇക്വേഷൻസ് ഒന്ന് എഴുതട്ടെ. യെസ്, 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 മില്ലിമീറ്റർ ആകുന്നു. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ ആണ്. ഏറ്റവും ആദ്യത്തെ കാര്യം കേട്ടോ. അതിനുശേഷം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആണ്. അത് കൊടുക്കണം. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 മീറ്റർ ആണ്. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ. ഇനി നമ്മളുടെ ലിറ്ററിന്റെയും കിലോഗ്രാമിന്റെയും. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/1000 ലിറ്റർ ആകും. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം ഗ്രാമും കിലോഗ്രാമും. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 കിലോഗ്രാം ആകുന്നു. വെരി 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 ഇമ്പോർട്ടന്റ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ 5 ഇക്വേഷൻസ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും തന്നെ കിടിലമായിട്ട് പഠിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യണം. നല്ല അടിപൊളി മാർക്ക് വാങ്ങിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.